ഹായ്. അതെ, നിങ്ങളിങ്ങനെ ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇതുപോലെ മുളകിട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാട്ടോ. മീൻ മാത്രമല്ല ചിക്കനും മുളകിടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോയിലും കൂടുതലായിട്ടുള്ള ചിക്കൻ ഞാനിതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ച് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റൊക്കെ നമുക്കത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു ഉരുളി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ നിങ്ങളൊരു 3-4 എണ്ണം എടുത്തോളൂ. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ ചതച്ചെടുക്കുക. പേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ. ചതയ്ക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ ചതച്ചെടുത്ത് അത് മാറ്റി വയ്ക്കുക കേട്ടോ. പച്ചമുളക് വലുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവുള്ള മുളക് ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മുളക് കുറച്ച് കൂടുതൽ എടുത്തോളാൻ പറഞ്ഞത് കേട്ടോ. എരിവ് വേണമെങ്കിൽ എരിവിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഞാൻ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചുവന്നുള്ളിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ചുവന്നുള്ളി ഞാൻ ഏകദേശം 250 ഗ്രാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ചതച്ചെടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കേട്ടോ. ഇനി ഇതിലെ ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിലേക്ക് ഞങ്ങൾ ചിക്കൻ മസാല ഉണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഉണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചത് ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കുക. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് പൊടികൾ ഇടുമ്പോൾ എന്തായാലും കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു പേസ്റ്റ് പോലെ ആക്കി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് പേസ്റ്റ് പോലെ ആക്കി വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചതച്ച് വെച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റാന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് വന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ച് വെച്ചിട്ടില്ലേ അതിട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റി പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റാട്ടാ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ പച്ചമുളക് മാറി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ പേസ്റ്റ് ആക്കി വെച്ച അതുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പേസ്റ്റ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അത് കരിയാനൊന്നും നിൽക്കില്ല, കരിയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് നല്ല രീതിയിലൊന്ന് വഴന്ന് വരുന്ന സമയത്ത് എന്താ പറയുക, ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഇത് എണ്ണ തെളിഞ്ഞ് നല്ല രീതിയിലും ഇതായിട്ട് വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഏത് ഡിഷ് ഉണ്ടാക്കണം എന്നൊക്കെ പറയണം. ഞാൻ വലിയ കുക്കൊന്നുമല്ല, എന്നാലും വീട്ടിലുണ്ടാക്കുന്നത് ഇതുപോലെ എടുത്ത് വീഡിയോസ് ഇടാമല്ലോ. അപ്പം ട്രൈ ചെയ്ത് നോക്കാമല്ലോ, പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മുളകിട്ട ചിക്കൻ എന്ന് പറഞ്ഞ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് ചെയ്യാൻ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇത് ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കി ഉപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടിട്ട് ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില വെതറി. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാനത് മറന്നു പോയിട്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പിട്ട് കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ ഇത് ചിക്കൻ തിളച്ച് അവിടെ കിടന്ന് ചെറിയ തീയിലിട്ടിട്ട് നല്ല രീതിയിൽ തിളച്ച് വേവണം അത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിട്ടത് ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ മുളകിട്ടത് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാമല്ലോ. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ മുളകിട്ടതാണത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മസാലയൊക്കെ വേണമെന്ന് വെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി അല്ലേ. നമ്മൾ എന്നും ഒരുപോലെ തന്നെ ചിക്കൻ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ?
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മുളക് ഇട്ടത് ഇവിടെ സൂപ്പറല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഓക്കെ.